അപ്പോഴേ നാളെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ പോകുന്നൊരു വിഷയം കണ്ടപ്പം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. വേറൊന്നുമല്ല, നമ്മളുടെ രേണു സുധി പുതിയ വിഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊഹിക്കാലോ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന്. ശരിക്കും ഞാനിങ്ങനെ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ശരി, ഞാൻ എന്തിനാണ് ഇതിന് വിഷമിക്കുന്നത്? അവരെ ആരെന്ത് എങ്കിലും പറയട്ടെ എന്ന്. മറ്റൊന്നുമല്ല, നമ്മളുടെ ഒരു ആദിവാസി യുവാവ് മധു ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒരു ആൾക്കൂട്ട കൊലപാതകം നടത്തി എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു അട്രോസിറ്റിയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഈ സ്ത്രീക്കെതിരെ നടക്കുന്നത്. അല്ലാതെ നമുക്ക് അവരെ പരിചയം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്തിട്ടോ ഒന്നും അല്ല. എന്തായാലും വീഡിയോ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊരു ചെറിയ റിസർച്ച് നടത്തി. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് സമാധാനം കിട്ടുന്ന ഒരു കാര്യം മനസ്സിലായി. അത് നിങ്ങളോടുകൂടി പങ്കുവയ്ക്കാം. മറ്റൊന്നുമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ രേണുവിനെ എല്ലാവരും ഒരുപാട് അതും ഇതൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ റിയാക്ഷൻ വീഡിയോക്കാരാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അല്ലാത്തവരും ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം ബേസിക്കലി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇവരുടെ ഈ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു തംബ്നെയിൽ കൊടുത്താൽ അതിന് ഒരു വലിയ ഒരു സെർച്ച് വാല്യൂ ഉണ്ട് ഈ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ. ബേസിക്കലി അവരുടെ ആ വാല്യൂ തന്നെയാണ്, അവരുടെ ആ പേരിൻ്റെ വാല്യൂ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ബേസിക്കലി ഈ ചെയ്യുന്ന ആർക്കും ഇവരോടൊരു വിരോധവും ഇല്ല. പിന്നെ ഇവരുടെ സ്ഥിരം പ്രേക്ഷകരായിട്ട് വരുന്നവരും ഈ വീഡിയോസിൻ്റെ താഴെ വന്ന് സ്ഥിരമായിട്ട് ഒരേ ആൾക്കാരാണ് ഈ എല്ലാ റിയാക്ഷൻകാരുടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും വന്ന് ഈ ഇത് പറയുന്നത്. അങ്ങനെയുള്ളവരെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ കുറേ പേരൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അവരിൽ കൂടുതൽ ഭൂരിഭാഗം ആൾക്കാരും ചിലപ്പോൾ എന്നെ പോലെയൊക്കെ ചേട്ടാ, ആ സ്ത്രീ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ഇവിടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, വൈ ഷുഡ് ബി ബോധേഡ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് കൂടുതൽ പേർക്കുള്ളത്, കാണുന്നവർക്ക് പോലും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ ഞാൻ ഈ സമയത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ വെച്ച് ഇനി കാശുണ്ടാക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് മാറിയതിന് ശേഷം ആ ഒരു സംഗതി അദ്ദേഹം ചെയ്തിട്ടില്ല കേട്ടോ. ദാറ്റ് ഈസ് മച്ച് അപ്രീഷിയബിൾ, പറയാതിരിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവരുടെ പേര് യൂസ് ചെയ്യുന്ന, റീച്ച് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതേ കാര്യങ്ങൾ മറ്റു പലരും ചെയ്യുമ്പോൾ അതിന് പുറകെ പോകുന്നില്ല. കാരണം ആ വ്യക്തികൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പിടിപാടോ മറ്റു കാര്യങ്ങളോ കാണും. അല്ലാത്തവരെ ഇവർ പിടികൂടുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. മറ്റൊന്ന്, ആ ആൾക്കാർ പ്രതികരിക്കുന്ന രീതി വ്യത്യാസമാണ്. എനിക്കൊന്നും രേണുവിന് കുറച്ച് ലോകവിവരോ എന്തിൻ്റെയൊക്കെയോ ശകലം എന്താ പറയുക ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇവരിടുന്ന ചൂണ്ടയിൽ പുള്ളിക്കാരി കൊത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ റിയാക്ഷൻകാർ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. അയ്യോ ഇങ്ങനെ കുറേ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും അതും ഇതൊക്കെ കാണിക്കും കേട്ടോ. പിന്നെ ഇവർ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് പറയുന്നവരുണ്ടാവാം, അങ്ങനെയുള്ളവരും ഉണ്ട്. അല്ലാതെ അവിടെ ഇവിടെ തൊടാതെ പറയും. എന്നാൽ കേൾക്കുന്നവർക്ക് തോന്നും ഇവരെന്തോ ഭയങ്കരമായിട്ട് അവരെ ചീത്ത പറഞ്ഞോ എന്ന് തോന്നുകയും ചെയ്യും. അപ്പം ഇവരോട് ഈ ഹേറ്റോടുള്ളവർക്കൊക്കെ സന്തോഷം. അപ്പം ഒരു സമാധാനം, ഓക്കെ ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ വേറെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെന്നോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. എനിവേ ഒരു 1800 ലൈക്ക് ഒരു പിന്നെ അത്ര ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു 800 കമൻറ്റ് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ, അതേ ആൾക്കാർ തന്നെയാണ് വേറെയുള്ള റിയാക്ഷൻ വീഡിയോയിൽ ഇതേ കാര്യങ്ങൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്രീസിങ്. ഇവരോടുള്ള ആ ഹേറ്ററുള്ള കുറേ ആൾക്കാർ, അവർക്ക് ഇനി എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവരുടെ മനസ്സൊന്നും മാറാനൊന്നും പോകുന്നില്ല. സോ ഇതിനെപ്പറ്റി ഞാൻ അധികം വറി ചെയ്യേണ്ട ആവശ്യം, വറി എന്ന് പറഞ്ഞാൽ വേറൊരു വറിയല്ല, നമുക്കെന്താ പേഴ്സണൽ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു വിഷമം, എന്താ ഇങ്ങനെ, നമുക്ക് ഒരു പട്ടിയാണെങ്കിലും കുറേ പേരിട്ട് കല്ലെറിയുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നൂലേ, അത്രേ ഉള്ളൂ. എനിവേ അങ്ങനെ ആണ്. ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇട്ടിരിക്കുന്ന തംബ്നെയിലും കുറച്ച് പേര് കാണണം എന്നാഗ്രഹിച്ചിട്ട് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തംബ്നെയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബേസിക്കലി ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ കണ്ടൻസ് ചെയ്യാൻ നോക്കുന്നത്. അല്ലാതെ ഇതിൽ കൂടി റീച്ച് ഉണ്ടാക്കി മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഞാനിപ്പം ഈ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, രേണുസുതി വളരെ മനോധൈര്യത്തോടുകൂടി ഈ ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു തിരിച്ചറിവുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് കൂടുതൽ അത് ഉള്ളിലേക്ക് എടുക്കാതെ അവരവരുടെ കാര്യം നോക്കി ഇപ്പോഴും എന്താ പറയുക പറ്റുന്നത്ര സന്തോഷമായിട്ടിരുന്ന് ആ രോഗത്തെ നേരിടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് വിഗ് വെക്കുന്ന വീഡിയോ ഒക്കെ അവരുടെ ചാനൽ കൂടി എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ അവരത് ഇടുന്നതിന് മുന്നേ ഒരു 40 പേര് വന്ന് 40 റീൽ ഇടേണ്ടതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും രേണു ഇത്രയും വിവേകത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ രേണു ഓരോ കാര്യങ്ങളിലും പ്രതികരിക്കുമ്പോഴും ആ ഒരു വിവേക ബുദ്ധിയും കൂടി
കാണിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി പെർഫെക്റ്റ്. ഓക്കെ. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം എന്താ പറയുക, ഓരോ മനുഷ്യർ ഓരോ തരമല്ലേ. അവർ ഹെയ്റ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്നത് വെച്ചാൽ ചെയ്യട്ടെ. അപ്പം അത്രേ ഉള്ളൂ. എനിക്കിതിനെപ്പറ്റി എന്താ തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.